ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാൻ സൈനസൈറ്റിസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സൈനസൈറ്റിസ് ഉള്ളവർക്ക് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് കുറച്ച് ബ്രീതിങ് എക്സർസൈസാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണൂ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഒരു ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുക. ഭയങ്കരമായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം വലിക്കുകയോ വിടുകയും ചെയ്യണം. വായ എപ്പോഴും അടഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഇവിടെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇതെല്ലാം ചെയ്യുമ്പോൾ വായ അടഞ്ഞിരിക്കണം. വായിക്കണം, നമുക്ക് ശ്വാസം പോകാൻ പാടില്ല. മൂക്കിൽ കൂടെ മാത്രം ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, ഈ വിരലും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് ഇടുക. ഓക്കെ, ആദ്യം ഈ ഒരു സൈഡ് അടച്ചു വെച്ചോട്ട് ഓക്കെ, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക. അത്രയും എഫക്റ്റീവാണ്. എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്യുന്ന അത്ര എഫക്റ്റീവ് ആട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് അടച്ചു പിടിക്കുക. ഓക്കെ, ഇനി ഇത് അടച്ചു പിടിക്കുക. കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇവിടെ കൂടെ വിടുക, പിന്നെ ഇവിടെ നിന്ന് എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇപ്പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്വാസം എടുത്തിട്ട് അത് ഹോൾഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര നേരമാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും മാത്രം ഹോൾഡ് ചെയ്താൽ മതി. ആ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ വിട്ടിട്ട് വായ അടച്ചിരിക്കണം. എപ്പോഴും ശ്വാസം മൂക്കിൽ കൂടെ വിടണം. ഓക്കെ, ഇത് ഈ വിരലും കൊണ്ട് രണ്ട് വിരലും കൊണ്ട് ഈ മൂക്ക് ആദ്യം ശ്വാസം എടുക്കുക. നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് തോന്നുമ്പോൾ അപ്പം വിടുക, മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഓക്കെ, അത് ഈ എക്സസൈസുകളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ വായ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കണം. മൂക്കിയുടെ മാത്രം ശ്വാസം എടുക്കാവുന്നതും വിടാനും പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സസൈസുകൾ. അപ്പോൾ ഇത് ചെയ്ത് ക്രോണിക് സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് ഈ എക്സസൈസുകൾ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ നോക്കണം. കാരണം നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ എക്സസൈസുകളൊന്ന് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പും ഈ എക്സസൈസുകളൊന്ന് ചെയ്യുക. വളരെ ഫലപ്രദമാണ്. ഇത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. ഇത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സൈനസൈറ്റിസ് ഉള്ളവർ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഫലപ്രദമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് സൈനസൈറ്റിസ് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കഫൊക്കെ നിന്നിട്ട് ഭയങ്കര തലവേദന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് വരുന്ന സമയത്തെ നിങ്ങൾ ആവി പിടിക്കണം. കാരണം നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കഫൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ ബെഡിൽ ഇരുന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റീം പിടിക്കണം. സ്റ്റീം നന്നായിട്ട് കുറച്ച് സമയം സ്റ്റീം പിടിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴി സ്റ്റീം പിടിച്ച് നിങ്ങളൊന്ന് സ്റ്റീം അങ്ങനെ ചെയ്ത് നോക്കുമോ ഭയങ്കര നല്ല ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ ഒരു ഭയങ്കര സൈനസൈറ്റിസ് കൂടുതലായിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒന്ന് ആവി പിടിക്കണം കേട്ടോ. ആവി പിടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭയങ്കര എഫക്റ്റീവ്. രാവിലെ പ്രാവശ്യം പിടിക്കണം, പിന്നെ വൈകുന്നേരം പിടിച്ചാൽ മതി. ഉച്ച സമയത്ത് അത്രയ്ക്ക് പ്രശ്നമില്ല. വൈകുന്നേരം കിടക്കുന്നതിന് ഒരു 2-3 പ്രാവശ്യമായിട്ട്, കിടക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ ഇടവേളായിട്ട് 2-3 പ്രാവശ്യമായിട്ട് പിടിക്കുക. നല്ല എഫക്റ്റീവാണ്. അതേപോലെ എക്സസൈസും ചെയ്യണം 2 നേരം. പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എക്സസൈസ്. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഭയങ്കര എഫക്റ്റീവാണ്. നല്ല ഫലപ്രദമായ ഒരു കാര്യമാട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീം പിടിക്കേണ്ട കാര്യം. പിന്നെ അധികം അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ടുള്ള സൈനസ്, ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം മാത്രം ആവി പിടിച്ചാൽ മതി. അതിലൂടെ എക്സസൈസും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ബൈ. നെക്സ്റ്റ് അടുത്തൊരു ഇതുപോലെ നല്ല ഫലപ്രദമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.